മതി മതി മതി. ഇത്രയൊക്കെ കാണിക്കാൻ പറ്റൂ ഈ അപരാധമൊക്കെ. സത്യം പറയാമോ, ഒരു പപ്പടത്തിൻ്റെ പേരിൽ ഈ അടി. നാണം കെട്ടന്മാരെ, നിങ്ങൾ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ചാക്ക് പപ്പടം വാങ്ങി തരുമല്ലോ. എന്ത് മനുഷ്യന്മാരാണ് നീയൊക്കെ. സമ്പൂർണ്ണ സാക്ഷര കേരളം, എന്തുട്ട് സാക്ഷരത. കല്യാണ വീട്ടിൽ പെണ്ണു വീട്ടുകാരുമായിട്ട് ഒരു പപ്പടത്തിൻ്റെ പേരിലാണ് ഈ അടി നടക്കുന്നത്. വിശ്വസിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ എങ്ങനെയാണ് പ്രബുദ്ധരാണെന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാണ് നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുന്നത്? വകതിരിവില്ലാത്ത മൃഗങ്ങളെക്കാൾ കീപ്പോട്ട് പോയില്ലേ മനുഷ്യ നിങ്ങളൊക്കെ? നിങ്ങളാണോ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്നത്? കേവലം ഒരു പപ്പടത്തിന് വേണ്ടി രണ്ട് കൂട്ടർ നിന്ന് അടിക്കുന്ന കാഴ്ച കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയിരിക്കുന്നു. എവിടെ വേണമെങ്കിലും നമുക്ക് പറയാം, ദിസ് ഈസ് എ കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. അത്രയ്ക്ക് അഭിമാനഭൂരിതമാകണം അന്തരംഗം. ഇതങ്ങനെ കാണുമ്പോൾ ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ. കേരളത്തിലെ ഈ പപ്പടത്തിന് വേണ്ടിയുള്ള അടി കാണുമ്പോൾ നിങ്ങൾ സൂപ്പറാ. അതെ, ഈ കൂടുതലൊന്നും പറയാനും തോന്നുന്നില്ല, അതാണ് സത്യം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏരിയ നോക്കി നമ്മൾ വല്ലതും പറഞ്ഞു എന്നൊക്കെയാവും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വകതിരിവില്ലാത്തവരായി മാറരുത്. കേവലം ഒരു പപ്പടത്തിന് വേണ്ടി തല്ലുകൂടേണ്ട ജനതയായി മാറരുത് കേരളം. ഇനി അങ്ങനെ ആർക്കെങ്കിലും പപ്പടത്തിൻ്റെ കുറവുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക. 1000 പപ്പടം ഞാൻ കൊണ്ടുവന്നരാം. അത് പൊരിക്കാനുള്ള എണ്ണയും അടുപ്പും ഞാൻ നൽകാം. ഇരുന്ന് തിന്ന്. അതിൻ്റെ പേരിൽ കയ്യാങ്കളിയൊന്നും നടത്തരുത് ദയവ് ചെയ്തിട്ട്. ഞങ്ങളെ നാണം കെടുത്തരുത്. നിങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങളും കൂടി അതിൽ ഉൾപ്പെട്ടതാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കിച്ചിരി ആത്മാഭിമാനവും അന്തസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പപ്പടത്തിൻ്റെ പേരിലൊക്കെ തല്ലുകൂടാൻ മാത്രം അങ്ങ് നവോത്ഥാനം ഞങ്ങൾക്ക് വന്നിട്ടില്ലാത്തത് കൊണ്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടാ. അറപ്പ് തോന്നും നിങ്ങളെ കണ്ടിട്ട്. സത്യം, അന്നം കിട്ടാതെ മനുഷ്യന്മാർ തല്ലുകൂടണ കണ്ടിട്ടുണ്ട്. അത് നിവൃത്തിക്കേടുകൊണ്ടാണ്. വരി നിന്ന് യുദ്ധ സമയത്തൊക്കെ പല സ്ഥലങ്ങളിലും ഭക്ഷണമൊന്നും കിട്ടൂല, പട്ടിണിയാണ്. അപ്പോൾ അവിടെ വല്ലപ്പോഴും വരുന്ന ഫുഡിന് ഇതുപോലെ ചിലപ്പോൾ അടി കൂടും. എനിക്ക് കിട്ടിയില്ലെങ്കിലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ആ ബേജാറിൽ മനുഷ്യന്മാരത് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ തല്ലുകൂടും. അതുപോലെയാണ് എനിക്കിതിന് തോന്നുന്നത്. സമ്മതിക്കണടാ നിൻ്റെയൊക്കെ തൊലിക്കട്ടി, ഒട്ടക്കത്തെ തൊലിക്കട്ടി നിനക്കൊക്കെ പറയാതിരിക്കാൻ വയ്യ.